വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗാണ്. ഞാനപ്പോൾ ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു പോകണമെന്ന് ഞാനെടുത്ത ഒരു ചെറിയൊരു വ്ളോഗാട്ടോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് എനിക്ക് കുറേ പണികളുണ്ടായിരുന്നു. മിൽമേലൊക്കെ പോകാനുണ്ടായിരുന്നു. പിന്നെ കോഴിയുടെ ലിവർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മേടിക്കാൻ പോകാനുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചു വന്നു. പറമ്പിലൊക്കെ കുറച്ച് നേരം നടന്ന് 9 മണിക്ക് തന്നെ ഞാൻ ലോഗിൻ ചെയ്തു കേട്ടോ. പിന്നെ പണിയൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് വർക്ക് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഒരു പ്രയോറിറ്റി ടാസ്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് കാരണം വർക്ക് കൂടുതലുണ്ട്. അപ്പോൾ ഞാൻ വർക്കൊക്കെ ചെയ്തു. അതിൻ്റെ ഇടയിൽ ഇവളെ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തി വരുന്നത് കാരണം ഇവളെ വാതിലടച്ച് ഞാൻ പൂട്ടി. എൻ്റെ റൂമിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവളെ ഇറങ്ങുമല്ലോ. ഇവൾക്ക് എൻ്റെ റൂം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫുഡ് കഴിക്കുന്നതിൽ ഒരു കോംപ്രമൈസും ചെയ്യാത്ത ഒരാളാണ് ഞാൻ. കറക്റ്റ് 1 മണിക്ക് തന്നെ ഞാൻ എൻ്റെ ലഞ്ച് ബ്രേക്ക് എടുത്തു. നോക്കിയപ്പോൾ ജാനി ഇരുന്ന് CID മൂസ കാണുന്നു. അപ്പം ഞാനും അവളുടെ ഒപ്പം കുറച്ച് നേരമൊക്കെ ഇരുന്ന് CID മൂസയൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ചു. ഞാൻ ഫുഡ് കഴിക്കുന്നൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നോക്കുമ്പോൾ അമ്മ ലിവർ വരട്ടാനുള്ള പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് പാലടപ്പായസം കുടിക്കണം എന്ന് പറഞ്ഞിട്ട് അതും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ പാലടയാണ്. ആ ഒരു ബ്രേക്ക് കിട്ടിയപ്പോൾ കുറച്ച് നേരം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയ പാലടയാണ്. അതാണ് വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ ചിട്ടി റോബോട്ട്, ആ കാർട്ടൂണാണ് കാണുന്നത്. ഒരു ഊള കാർട്ടൂണായിരുന്നു. 90s കിഡ്സിന് ഇതൊക്കെ വെറും പുച്ഛം. നമ്മുടെ കാലത്തൊക്കെ എന്തൊരു അടിപൊളി കാർട്ടൂണുകളായിരുന്നു അല്ലേ. പിന്നെ ഞാനായിട്ട് തുന്നാൻ വേണ്ടി മേടിച്ച് വെച്ച തുണികളാണ് ഇതൊക്കെ. അതൊക്കെ മടക്കി തിരിച്ചെടുത്ത് വെച്ചു. എല്ലാ തവണയും വരും ഇതൊക്കെ നിരത്തി പരത്തിയിടും, തുന്നൂല, വീണ്ടും പോകാറാകുമ്പോൾ തിരിച്ചെടുത്ത് വയ്ക്കും. അതാണ് എൻ്റെ പണി. പിന്നെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഡ്രസ്സുകൾ ഇട്ടിട്ടൊന്നൊരു കംഫർട്ട് വരുന്നുണ്ടായിരുന്നില്ല. ഞാനങ്ങനെ 2 പ്രാവശ്യം ഡ്രസ്സൊക്കെ മാറി. പിന്നെ ഞാനിത് ചൂട് കാരണം വീട്ടിലേക്ക് മേടിച്ചൊരു ടവർ ഫാനാണ്. ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി കേട്ടോ. എനിക്കിതെന്തോ ഓഫറിനൊക്കെ കിട്ടിയാണ്. അത്യാവശ്യം ഒരു 1000 രൂപ ഡിസ്കൗണ്ടിനൊക്കെ എനിക്ക് കിട്ടും. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ 4 മണിക്ക് പെർമിഷൻ എടുത്തു കേട്ടോ. പിന്നെ 4 മണി കഴിഞ്ഞിട്ട് പിന്നെ വർക്ക് ചെയ്യണ്ട. ഞാൻ 4 മണി ടു 6 മണി പെർമിഷൻ എടുത്തു. പിന്നെ ലിവറൊക്കെ ഒരു വിധമായിട്ടുണ്ട്. ഇനിയും ഇതാവാനുണ്ട് കേട്ടോ. കുറച്ചും കൂടെ ഇങ്ങനെ ഡ്രൈ ആവും. പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് പായസം കുടിച്ചു കേട്ടോ. പപ്പടവും പായസം കൂടെ കുടിച്ചു. പിന്നെ എനിക്ക് ഒരുപാട് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. കുറേ സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറമ്പിലൊക്കെ ഇറങ്ങി കുറച്ച് നേരം ജാനീനായിട്ടൊക്കെ കളിച്ചു. പിന്നെ ചെറി പൊട്ടിക്കാനുണ്ടായിരുന്നു. പിന്നെ ഒരു തൈയൊക്കെ വേണം. എൻ്റെ ഒരു കൊളീഗ് ഒരു ചെടിയുടെ തൈ ചോദിച്ചിട്ട് അതൊക്കെ എടുത്ത് വയ്ക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറേ പണികളുണ്ടായിരുന്നു. ലിവറൊക്കെ റെഡിയായി വന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ചോറുണ്ടാന്ന് തോന്നി. ഞാനപ്പോൾ ചോറൊക്കെ ഉണ്ടു. 2ാമത്തെ പ്രാവശ്യമാണ് ചോറുണ്ട്. എനിക്ക് ചോറ് ഭയങ്കര ഇഷ്ടമാണ്. ചോറ് തിന്നാലേ ഒരു ഇത് കിട്ടുള്ളൂ പണിയെടുക്കാൻ. അതിനൊക്കെ തിന്നാൻ പോവുകയാണ്, ഫ്രൈ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് തിന്നേക്കാം. നിങ്ങളുടെ വീട്ടിൽ കോഴികളുണ്ടെങ്കിൽ കോഴികളെ അറുത്ത് ലിവർ എടുത്ത് ഫ്രൈ ചെയ്ത് കഴിക്കേണ്ടതാണ് അല്ലേ. ട്രിവാൻഡ്രത്ത് എത്തിയാൽ ഞാൻ ഭയങ്കര മടിച്ചാണ്. ഈ സ്ക്രബ് ചെയ്യണത് ഞാൻ ചെയ്യാറില്ല, ഭയങ്കര കുറവാണ്. സ്ക്രബും ഷേവും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്തിരുന്നതാണ് കേട്ടോ ഞാൻ. അപ്പോൾ എന്തായാലും അതൊക്കെ ചെയ്ത് ഒരു ഫേസ് പാക്കൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. അതൊക്കെ തൈരും അരിപ്പൊടിയും തേനും കൂടെ കലക്കിയിട്ടോട്ട്. എനിക്കറിയില്ല നല്ലതാണോ ഇടാൻ പാടുണ്ടോ എന്ന്. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇടാനായിട്ട്. അപ്പോൾ അതൊക്കെ ഇട്ടു. പിന്നെ പാക്കിങ് തുടങ്ങി. സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ളതൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ല എൻ്റെ കൊളീഗിനൊരു തൈ വേണമെന്ന്. അത് ആക്കി വെച്ചു. പക്ഷെ അത് എടുക്കാൻ മറന്നോട്ട്. ഇപ്പോഴും തൃശ്ശൂർ ഇരിക്കണം. പിന്നെ ഞാൻ എൻ്റെ ഗാഡ്ജറ്റ്സൊക്കെ എടുത്ത് വെച്ചു. ഞാൻ 2 ലാപ്പുള്ളത് കാരണം ഒരു ലാപ്പിനെ തുണിയിൽ പൊതിഞ്ഞിട്ടാണ് വയ്ക്കുക, അല്ലെങ്കിൽ സ്ക്രാച്ച് ആവും. പിന്നെ എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഫുള്ള്. പക്ഷേ വീഡിയോസ് ഒന്നും എടുത്തില്ല. ഇനി വീണ്ടും തിരിച്ചിട്ട് ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുപോവാണ്. പിന്നെ ഞാൻ മേക്കപ്പൊക്കെ ചെയ്ത്. ഇത് ഫുള്ള് നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ്. പരിപ്പ്, പയർ, സംഭവം ഇതൊക്കെ അവിടെ കിട്ടും. പക്ഷെ അവിടെയൊക്കെ എനിക്ക് തോന്നിയത് റേറ്റ് കൂടുതലാണ്. നമുക്കിവിടെ മാവേലി സപ്ലൈക്കോ ഇല്ലേ, സപ്ലൈക്കോ ഒന്ന് മേടിക്കുമ്പോൾ കുറച്ച് റേറ്റ് കുറവിന് കിട്ടും. കെട്ടിച്ചൊന്നും കൊണ്ടായാലും കുഴപ്പമില്ല, നമുക്ക് റേറ്റ് കുറവിന് സാധനം കിട്ടിയാലും അത് മതി. പിന്നെ നമ്മൾ പാക്കൊക്കെ ചെയ്ത് ഇറങ്ങി. പക്ഷേ നമുക്ക് ബസ് കിട്ടിയില്ല. ചെറുതായിട്ട് ബസ്സൊന്ന് മിസ്സായി. പിന്നെ പകുതി വരെ തന്നെ ഇവരെ കൊണ്ടാക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് പോയിട്ടു. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗ്.